ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപാട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പുള്ള വെണ്ണൂറൊക്കെ വാരിയിട്ട് ഒരു പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചായ തളിച്ചത്. അപ്പോൾ അതിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ ചിരടിയെടുക്കുകയാണ്. ഇന്നലെ രാത്രി അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്ന് മിക്സിയിലിട്ട് കൊടുക്കുകയാണ്. മിക്സിയിലിട്ട് കൊടുത്ത് നന്നായി അടിച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ജസ്റ്റ് പറയണമെന്നുള്ളൂ. എല്ലാവർക്കും ഓട്ടടയും ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ അരച്ച ഭാഗത്തൊക്കെ തെറിക്കുമല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ദോശ ബാറ്ററിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ പൊടി ഇതിലേക്ക് നന്നായി മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ചോറിനുള്ള കലം മാറ്റി വെച്ച് അവിടെ ഓട്ടടയ്ക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഞാൻ ഒരു കട്ടനിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള 2 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒറ്റ വിസിൽ പുഴുങ്ങി വരുമല്ലോ. ഇനി ചട്ടി ചൂടായിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തുറന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അടുത്ത ബാറ്റർ ഒഴിക്കുക. അതേപോലെ ഈ പ്രോസസ്സ് തന്നെ തുറന്നു കൊടുക്കുക. ഇനി മുട്ട റോസ്റ്റിനുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് ഞാൻ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ഇതിന് മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് എങ്ങനെ എഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ രാവിലെ ഓട്ടടയും എഗ് റോസ്റ്റും കട്ടനും കൂട്ടി കുടിച്ചു. താങ്ക്സ്.